നമസ്കാരം. വെൽക്കം ബാക്ക് ടു പല്ലു ഫുട്ബോൾ. അപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ തുടങ്ങി. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടേ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ തുടങ്ങിയുള്ളൂ. ഒരുപാട് റൂമേഴ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു റൂമറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയോസ് ഒരു മീറ്റിംഗ് കൂടാൻ പോകുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കറന്റ് മാനേജറായിട്ടുള്ള എറിക് ടെൻ ഹാഗിനെ പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അത് മാത്രമല്ല, പുതിയ മാനേജറുടെ പട്ടികയിൽ തോമസ് ടുഷലിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മെയ്യിൽ പുതിയ ഓണറായിട്ടുള്ള ജിം റാഡ്ക്ലിഫും തോമസ് ടുഷലുമായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു ചർച്ച നടത്തിയതാണ്. രണ്ടുപേരും പ്രപ്പോസൽ വെച്ചു. ടുഷൽ അത് അനലൈസ് ചെയ്തു. പുള്ളിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില നിർദ്ദേശങ്ങൾ യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് വന്നു കാണും. അതുപോലെ തന്നെ ടുഷൽ പ്രപ്പോസ് ചെയ്ത ചില കാര്യങ്ങൾ യുണൈറ്റഡിന്റെ മാനേജ്മെന്റിനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡീല് നടക്കാതെ പോയി. പിന്നീട് കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് 1 വർഷം കൂടി ടെൻ ഹാഗിന് കൊടുക്കാൻ ഇനിയോസിന്റെ മാനേജ്മെന്റ് തീരുമാനിച്ചു. ഇപ്പോ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് പുതിയൊരു മാനേജറെ കൊണ്ടുവരുന്നു, അത് മാത്രമല്ല എന്തുകൊണ്ട് ടുഷലിനെ ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിക്കേണ്ടതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മെയ്യിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അതേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഉറപ്പാണ്, പെർഫോമൻസ് വൈസ് യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നും പലപ്പോഴും മോശപ്പെട്ട പെർഫോമൻസ് നമ്മൾ കാണുന്നുണ്ട്. സ്റ്റൈൽ ഓഫ് പ്ലേ ഇല്ല. പുള്ളി കൊണ്ടുവന്നിട്ടുള്ള അധിക സൈനിങ്സും നല്ല രീതിയിൽ മുമ്പോട്ട് പോയില്ല. ഓൾമോസ്റ്റ് 300 to 500 മില്യൺ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പോലും ഒരു ക്ലിയർ സ്റ്റൈൽ ഓഫ് പ്ലേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളൊരു പരാതി പല ഫാൻസിനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തിയാലും ഈ സമയത്ത് ടുഷലിനെ കൊണ്ടുവരണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് 3-4 കാരണങ്ങൾ എൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. എസ്പെഷ്യലി ബയേണിലും ചെൽസിയിലും തോമസ് ടുഷലിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. ബയേണിന്റെ ആദ്യ സീസണിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ രണ്ടാമത്തെ സീസൺ ആകുമ്പോഴത്തേക്കും നല്ലൊരു സ്ക്വാഡിനെ വെച്ച് പോലും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ റിസൾട്ട് കൊണ്ടുവരാൻ ടുഷലിന് കഴിയാതെ പോയത് ഒരു പ്രശ്നം തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് അവിടെ നമ്പർ 6ന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഹാരി കെയ്ൻ വരുന്നതിന് മുമ്പും സ്ട്രൈക്കർ എന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇഞ്ചുറികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റി നിർത്തിയാലും ബുണ്ടേഴ്സ് ലീഗയിൽ റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാതെ പോയത് ടുഷലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് തന്നെയാണ്. ചെൽസിയിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിനെ പറ്റി പറയേണ്ടതുണ്ട്. മാനേജ്മെന്റും ടുഷലുമായിട്ട് ഒരു ഡയറക്റ്റ് കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻ വന്നു. അതിനുശേഷമാണ് ടോഡ് ബോളി പുള്ളിയെ സാക്ക് ചെയ്യാനുള്ള ഡിസിഷനിലേക്ക് എത്തുന്നത്. പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ ഒരു ഡിഫെൻസീവ് ഓറിയന്റഡ് ആയിട്ടുള്ള മാനേജർ സ്റ്റൈലിൽ തന്നെയാണ് ടുഷൽ ഇപ്പോൾ. ഇപ്പൊ യുണൈറ്റഡിലേക്ക് പല ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉയർന്നു ചേർക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം, യുണൈറ്റഡ് ഒഫെൻസീവ് അറ്റാക്കിംഗ് പ്ലേ മേക്കിംഗ് ആയിട്ടുള്ള ഒരു മാനേജറാണ് പ്രിഫർ ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കലി ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള മാനേജറെ കൊണ്ടുവരണം എന്നാണ് പഴയ പ്ലേയേഴ്സും യുണൈറ്റഡ് ഫാൻസും ഒക്കെ ഇനീഷ്യലി പറയാറുള്ളത്. ഇതൊക്കെ ഉള്ള സിറ്റുവേഷനിൽ എന്തുകൊണ്ട് തോമസ് ടുഷലിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യമുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ചിലപ്പോൾ ടെൻ ഹാഗിനെ സാക്ക് ചെയ്താൽ പോലും റൂഡ് വാൻ നിസ്റ്റൽറോയ്ക്കായിരിക്കും ചിലപ്പോൾ നറുക്ക് വീഴാൻ പോകുന്നത്. ഇന്ററിം മാനേജർ പദവി പുള്ളിക്ക് കൊടുക്കും. ഈ സീസൺ മാനേജ് ചെയ്യാൻ പറയുമായിരിക്കും. ഒരു ഡിഫെൻസീവ് ഓറിയന്റഡ് മെത്തഡോളജിക്ക് പോണതിന് പകരം ഈ സീസൺ സംഹവ് മാനേജ് ഇറ്റ് എന്ന രീതിയിലായിരിക്കും ഇനിയോസിന്റെ മാനേജ്മെന്റ് തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ടുഷൽ കൊണ്ടുവന്നിട്ടുള്ള റിസൾട്ടിനെ നമ്മൾ ആരും തരം താഴ്ത്തി കാണുന്നില്ല. എസ്പെഷ്യലി ചെൽസിയുടെ ഒരു കിഡിലം സ്കോഡൊന്നും ആയിരുന്നില്ല. ആ ഒരു സ്കോഡിന് വെച്ച് തന്നെ പുള്ളി ഉറപ്പായിട്ടും UCL അടിച്ച ചരിത്രം നമുക്കറിയുന്നതാണ്. ബുണ്ടേഴ്സ് ലീഗിലെ എക്സ്പീരിയൻസ് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഒരുപാട് ബിഗ് പ്ലേയേഴ്സിനെ മാനേജ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജർ തന്നെയാണ് ടുഷൽ. പക്ഷേ പുള്ളിയുടെ ടെംപ്ലിമെന്റും മാനേജ്മെന്റുമായിട്ടുള്ള അപ്രോച്ചും സ്റ്റൈൽ ഓഫ് പ്ലേ ഒക്കെ പലപ്പോഴും ക്വസ്റ്റ്യനബിൾ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പം മൊറീഞ്ഞോ വന്നപ്പോഴും ഇതുപോലുള്ള ഇനീഷ്യൽ ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എത്ര ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പ്ലേയേഴ്സുമായിട്ടുള്ള ഇഷ്യൂസ്, ഈഗോ ക്ലാഷസ്, അതിനുശേഷം വന്നിട്ടുള്ള ഡിറ്റീരിയേഷൻ. ഈ ഒരു സിറ്റുവേഷനിലേക്ക്, ഈ സൈക്കിളിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഇനിയോസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കുക, എല്ലാ 2 വർഷം കൂടുമ്പോൾ ഒരു സാക്കിങ് കൊണ്ടുവരിക, പുതിയ മാനേജറുടെ തലയിൽ റെസ്പോൺസിബിലിറ്റി ഇടുക. സ്പെൻഡ് ചെയ്തിട്ടുള്ള 300-400 മില്യൺ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ചിലപ്പോൾ
അടുത്ത സീസണിൽ സിക്സിയെയും ആന്റണിയും ഒക്കെ സെല്ല് ചെയ്തുകൊണ്ട് മറ്റ് ചില പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു സർക്കിളിലൂടെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഇത് ചിലപ്പോൾ ഒരു റൂമർ മാത്രമായിരിക്കും. പല വിധത്തിലുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സാക്കിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഗുഡ്, ബെറ്റർ ഒരു ഗ്രേറ്റ് മാനേജർ എടുത്ത് പോകണോ, ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ് മാനേജറെ ചൂസ് ചെയ്യണോ എന്നുള്ളൊരു ചോയ്സ് ആണ് ഇപ്പോൾ ഇനിയോസിന് മുമ്പിലുള്ളത്. ഒരുപാട് ഗ്രേറ്റ് മാനേജേഴ്സ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ സമ്മറിൽ ആ ഒരു ലിസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ചുരുങ്ങിയ ലിസ്റ്റ് മാത്രമേ യുണൈറ്റഡിന്റെ സൈഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഒരു പുതിയ മാനേജറിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കട്ട് ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണോ എന്നുള്ളൊരു ചോദ്യം നാളത്തെ മീറ്റിംഗ് കഴിയുന്നതോടെ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.